ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു നിഷ്പക്ഷമതിക്കും അടിയന്തരാവസ്ഥയെ അനുകൂലിക്കാൻ അന്നും ഇന്നും കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രാഷ്ട്രീയ അധികാരത്തിൻ്റെ വ്യക്തിതലത്തിലും കൃത്യരാഷ്ട്രീയ തലത്തിലുള്ള അല്ലെങ്കിൽ ആ പാർട്ടി തലത്തിലുള്ള ഘടകങ്ങൾക്കപ്പുറം മറ്റൊരു അജണ്ട അടിയന്തരാവസ്ഥയ്ക്ക് പിന്നിൽ ഇല്ലായിരുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു അജണ്ട ഉണ്ടായിരുന്നു. നേരെ മറിച്ച് ഇന്നുള്ള അവസ്ഥയ്ക്ക് 100 കൊല്ലം മുമ്പ് തന്നെ രൂപകൽപ്പന ചെയ്യപ്പെട്ട ഒരു ഭരണഘടനാ വിരുദ്ധമായ അജണ്ട അതിൻ്റെ പുറകിലുണ്ട്. ആ അധികാരത്തിൻ്റെ തളങ്ങളിലുണ്ടായിട്ടുള്ള ഒരു ഒട്ടേറെ അഭിപ്രായ വ്യത്യാസങ്ങളും അതുപോലെ അധികാരത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ശ്രീമതി ഗാന്ധിയുടെ അദമ്യമായിട്ടുള്ള പരിശ്രമങ്ങളും അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാമെന്നുള്ള അത് സംബന്ധിച്ച് അവരെടുത്ത തീരുമാനങ്ങളും ഇതൊക്കെയാണ് അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ചത്. 1975 ജൂൺ 24 ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ സ്റ്റേ ഉത്തരവ് വരുന്നത്. ഈ സ്റ്റേ ഉത്തരവിൽ കൃത്യമായ നിയമം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു പാളിച്ചുണ്ടെന്ന് പറയാൻ പറ്റില്ല. രാഷ്ട്രീയമായിട്ട് അതൊരു വലിയൊരു അതിൻ്റെ ഭവിഷ്യത്തുകൾ വലുതായിരുന്നു എന്ന് നമ്മൾ ഇപ്പോഴും വിലയിരുത്തുമ്പോഴും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് 50 വർഷങ്ങൾ പിന്നിടുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലം, അതുണ്ടാക്കിയ സാമൂഹിക പ്രശ്നങ്ങൾ, ഇതേക്കുറിച്ചാണ് ദ ക്യൂ എന്ന് ചർച്ച ചെയ്യുന്നത്. അഡ്വക്കേറ്റ് കാളീശ്വരം രാജ് ക്യൂവിനൊപ്പം ചേരുകയാണ്. സ്വാഗതം. താങ്ക് യു. ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഒരു സമയം, അതിൻ്റെ ഒരു പശ്ചാത്തലം അതെന്തായിരുന്നു? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ശരിക്കും നമുക്ക് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥ. ആ രാഷ്ട്രീയ കാലാവസ്ഥയിൽ തികച്ചും ജനാധിപത്യത്തിൻ്റെ ഒരു പരിണിതിയായിട്ട് തന്നെ ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പുകൾ, അതുപോലെ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ അധികാരത്തോടുള്ള അമിതമായ ആഭിമുഖ്യം, ആ അധികാരത്തിൻ്റെ പ്രയോഗം, അത് സംഘടനയിൽ പാർട്ടിയിലുണ്ടാക്കിയിട്ടുള്ള അലയൊളികൾ, ഒപ്പം അത് പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ട് എങ്ങനെ നീങ്ങി എന്നുള്ളത്. അപ്പോൾ ആ അധികാരത്തിൻ്റെ തളങ്ങളിലുണ്ടായിട്ടുള്ള ഒരു ഒട്ടേറെ അഭിപ്രായ വ്യത്യാസങ്ങളും അതുപോലെ അധികാരത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ശ്രീമതി ഗാന്ധിയുടെ അദമ്യമായിട്ടുള്ള പരിശ്രമങ്ങളും അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാമെന്നുള്ള അത് സംബന്ധിച്ച് അവരെടുത്ത തീരുമാനങ്ങളും ഇതൊക്കെയാണ് അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ചത്. പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നും, രണ്ടാമത്തെ കാര്യമായിട്ട് പറഞ്ഞാൽ ഈ അലഹബാദ് ഹൈക്കോടതിയുടെ വിധി. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അന്ന് രാജ്നാരായണൻ്റെ കേസ് ജനപ്രാതിനിധ്യ നിയമത്തിലെ 1951 നിയമത്തിലെ 123 വകുപ്പിൻ്റെ 7ാം ഉപവകുപ്പിൽ വിവരിച്ചിട്ടുള്ള അഴിമതി, തെരഞ്ഞെടുപ്പ് അഴിമതി, കറപ്റ്റ് പ്രാക്ടീസ്, അത് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജ്നാരായൺ ഇന്ദിരാഗാന്ധിക്കെതിരെ കേസ് ഫയൽ, തെരഞ്ഞെടുപ്പ് കേസ് കൊടുത്തു. അത് നമുക്കറിയാവുന്നതുപോലെ ഒരു വിചാരണ നടന്ന കേസാണ്. ആ കേസിൽ പെട്ടെന്ന് ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നുന്നു ഇതൊക്കെ വലിയ കാര്യങ്ങളാണോ എന്ന് പോലും തോന്നുന്ന വിധത്തിലുള്ള ആരോപണങ്ങളാണ്. 7 ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. അതിൽ തമാശ എന്ന് ഇന്ന് തോന്നാവുന്ന ഒരു കാര്യം, അന്നത്തെ തെരഞ്ഞെടുപ്പ് ചിഹ്നം കോൺഗ്രസിൻ്റെ ഇന്ദിരാഗാന്ധിയുടെ ഗ്രൂപ്പിൻ്റെ ചിഹ്നം, അത് യഥാർത്ഥ കോൺഗ്രസ് ആണോ എന്നുള്ളതിൽ തർക്കം അന്നുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസിൻ്റെ ചിഹ്നം പശുവും കിടാവുമായിരുന്നു. ഈ പശു ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുണ്യമൃഗമായിട്ട് കരുതുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ പശുവും കിടാവും ചിഹ്നമാക്കിയത് തന്നെ ഒരു തെരഞ്ഞെടുപ്പ് അഴിമതിയാണ് എന്ന ആരോപണം പോലും ഉന്നയിക്കപ്പെട്ടൊരു കേസാണ് ഇത് എന്നുള്ളത് നമ്മൾ കാണുന്നത്. മറ്റ് പല ആരോപണങ്ങളും ഇതുപോലെ അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്തോ നിൽക്കുന്ന ആരോപണങ്ങളായിരുന്നു. പക്ഷെ ഒപ്പം അധികാര ദുർവിനിയോഗം സംബന്ധിച്ചിട്ടുള്ള ആരോപണം ഉണ്ടായിരുന്നു. സാമ്പത്തികമായിട്ടുള്ള അതായത് അധികാരത്തിലിരിക്കുന്ന കക്ഷിക്ക് ഉണ്ടാകുന്ന ചില ഗുണവിശേഷങ്ങളുണ്ടാവും, അവർക്കുള്ള ചില സൗകര്യങ്ങളുണ്ടാവും. പോലീസ് സംവിധാനം, മിലിറ്ററി, അതുപോലെ സാമ്പത്തികമായിട്ടുള്ള സ്വാധീനം, അവർക്കുള്ള മേൽക്കോയ്മ, ഇതൊക്കെ ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചു എന്നുള്ള ആരോപണവും ഉണ്ടായിരുന്നു.
ഇപ്പോൾ 7 ആരോപണങ്ങളിൽ 2 ആരോപണങ്ങളാണ് അലഹബാദ് ഹൈക്കോടതി ശരിവെച്ചത്. അത് മറ്റ് 5 ആരോപണങ്ങൾ തള്ളുകയാണ് ഉണ്ടായത്. പക്ഷേ ആ 2 ആരോപണങ്ങൾ മതിയായിരുന്നു അവരുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കും. അപ്പം അന്ന് അതിന് പ്രശാന്ത് ഭൂഷൻ്റെ പുസ്തകത്തിൽ അന്ന് ഇതിനെ പറ്റിയിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെ പറ്റി വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദ കേസ് ദാറ്റ് ഷുക്ക് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകത്തിൽ അന്ന് പലതരത്തിലും ഈ തെരഞ്ഞെടുപ്പ് കേസ് കേട്ട ന്യായാധിപനെ കാര്യങ്ങൾ വഴിവിട്ട രീതിയിൽ സ്വാധീനിക്കുവാനുള്ള ശ്രമങ്ങൾ പോലും ഉണ്ടായി എന്ന് പ്രശാന്ത് ഭൂഷൺ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം നിർമ്മമനായിട്ട് അല്ലെങ്കിൽ വളരെ നിഷ്പക്ഷമായിട്ട് കൃത്യമായ നിയമത്തിൻ്റെ സങ്കേതത്തിലാണ് ആ കേസ് വിധി എഴുതിയത് എന്നുള്ളതാണ് ഇന്ന് പലരും അതിനെ വിലയിരുത്തുന്നത്. അന്ന് ഇദ്ദേഹത്തിന് പലപ്പോഴും ഇദ്ദേഹത്തെ കാണാനുള്ള സന്ദർശകരെ വിലക്കേണ്ടി വന്നു. അത് ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസിൽപ്പെട്ട ആളുകളും ഉണ്ടായിരുന്നു എന്നുള്ളത് ചിന്തനീയമായിട്ടുള്ള കാര്യം മാത്രം. അപ്പോൾ അന്ന് ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിലകത്ത് ഇരിക്കുന്ന ന്യായാധിപനെ കുറിച്ചിട്ട് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, പ്രശാന്ത് ഭൂഷൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ പക്ഷെ മറിച്ചൊരഭിപ്രായമുള്ളത് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് അസാധുവാക്കാൻ മാത്രമുള്ള ഗൗരവപ്പെട്ട ആരോപണങ്ങളായിരുന്നുവോ ഇന്ദിരാഗാന്ധിക്കെതിരെ ഉന്നയിക്കപ്പെട്ടത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇങ്ങനെ 2 വശങ്ങൾ ആ കേസിനെ സംബന്ധിച്ച് അന്നും ഇന്നും പ്രചാരത്തിലുണ്ട്, 2 വാദങ്ങൾ പ്രചാരത്തിലുണ്ട്. പക്ഷെ അതെന്തായാലും അലഹബാദ് ഹൈക്കോടതി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു. അവരുടെ ചില പ്രവൃത്തികൾ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രവൃത്തികൾ തെരഞ്ഞെടുപ്പ് ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ ആ നിയമത്തിൽ വിവരിച്ചിട്ടുള്ള അഴിമതിയിൽ പെടുന്നതാണെന്ന് കണ്ടു. റായ്ബറേലിയിൽ നിന്നുള്ള അവരുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് പിന്നീട് കാര്യങ്ങൾ വല്ലാതെ മാറുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ വെക്കേഷൻ ബെഞ്ചിൽ, അന്ന് സിംഗിൾ ജഡ്ജാണ് ഇത് കേൾക്കുന്നത്, ഇന്നത്തെ പോലെ ഡിവിഷൻ ബെഞ്ച് മാത്രമല്ല അന്ന് സുപ്രീം കോടതിയിൽ, വെക്കേഷനിലെ അവധിക്കാല ബെഞ്ച് കൃഷ്ണയ്യർ മാത്രമുള്ളൊരു ബെഞ്ചിലാണ് ആദ്യമായിട്ട് ഇത് വരുന്നത്. അപ്പീൽ ഫയൽ ചെയ്തു, ഇന്ദിരാഗാന്ധിയുടെ അപ്പീൽ വന്നു. അതിലിടക്ക് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള തൊട്ട് മുമ്പുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ 1975 ജൂൺ 24 ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ സ്റ്റേ ഉത്തരവ് വരുന്നത്. ഈ സ്റ്റേ ഉത്തരവിൽ കൃത്യമായ നിയമം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു പാളിച്ചുണ്ടെന്ന് പറയാൻ പറ്റില്ല. രാഷ്ട്രീയമായിട്ട് അതൊരു വലിയൊരു അതിൻ്റെ ഭവിഷ്യത്തുകൾ വലുതായിരുന്നു എന്ന് നമ്മൾ ഇപ്പോഴും വിലയിരുത്തുമ്പോഴും ഒരു കൃത്യനിയമക്കാരൻ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ളൊരു ശിക്ഷാവിധിയായി പോയില്ലേ ഇന്ദിരാഗാന്ധിക്ക് കൊടുത്തത് എന്ന് ചിലരെങ്കിലും ചിന്തിക്കാം. നിയമപരമായിട്ടും അങ്ങനെയുള്ളൊരു അഭിപ്രായത്തിന് സാങ്കത്യമുണ്ട്. പക്ഷേ ജസ്റ്റിസ് കൃഷ്ണയ്യർ ഒരു കണ്ടീഷണൽ സ്റ്റേ, സ്വാഭാവിക സ്റ്റേ ആണ് നൽകിയത്. അതിൽ ധാർമ്മികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു സ്റ്റേയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി തുടരുന്നത് ശരിയല്ല എന്ന് വളരെ വ്യാപകമായിട്ടൊരു വിമർശനം. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ കണ്ടീഷണൽ സ്റ്റേ ഉള്ളത് കൊണ്ട് മാത്രം ഇന്ദിരാഗാന്ധിക്ക് പ്രധാനമന്ത്രി എന്നുള്ള നിലയിലുള്ള അവരുടെ അവകാശത്തെ അത് അത്രയധികം ഹനിച്ചിരുന്നില്ല. ധാർമ്മികമായിട്ട് പലപ്പോഴും ചിലപ്പോൾ പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിലുള്ള അവരുടെ അധികാരത്തിന് അല്ലെങ്കിൽ അവകാശങ്ങൾക്ക് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നുവെങ്കിലും സാരാംശത്തിൽ അവരെ പ്രധാനമന്ത്രിയായി തുടരുന്നതിന് അനുവദിക്കുന്ന രീതിയിലുള്ള ഒരു സ്വാഭാവിക സ്റ്റേ ആയിരുന്നു സുപ്രീം കോടതി നൽകിയത്. അധികാരങ്ങളില്ല, എന്നാൽ അധികാരങ്ങളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഫലത്തിൽ അവർ പ്രധാനമന്ത്രിയായിട്ട് തുടരുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അത് തീർച്ചയായിട്ടും കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് ഖണ്ഡിക്കപ്പെട്ട അധികാരങ്ങളാണ്, അല്ലെങ്കിൽ കത്രിക പ്രയോഗം നടത്തപ്പെട്ട അധികാരങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു ധാർമ്മിക പ്രശ്നമാണ്. സാങ്കേതികമായിട്ട് അവർക്ക് തുടരുന്നതിന് തടസ്സമുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിനെല്ലാം ഇതാണ് മൂന്നാമത്തെ വിഷയം, അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൂന്നാമത്തെ വിഷയം. ഈ പറയുന്നതിനൊക്കെ തൊട്ട് മുമ്പ്, അതായത് 1970കളുടെ തുടക്കത്തിൽ തന്നെ അധികാരത്തിൻ്റെ അകത്തളങ്ങളിൽ മിസസ് ഗാന്ധിക്കെതിരെ ഭീഷണികൾ ഉയർന്നിരുന്നു.
അത് കുറേയൊക്കെ വ്യക്തിപരമായി, കുറേയൊക്കെ നയങ്ങളുമായി ബന്ധപ്പെട്ടവയായി. പ്രത്യേകിച്ച് നെഹ്റുവിയൻ സോഷ്യലിസത്തിൻ്റെ ഒരു അലയൊലികൾ അടങ്ങിയിട്ടില്ലാത്തൊരു കാലമാണ് 70കളുടെ തുടക്കം. അപ്പോൾ പ്രിവി പേഴ്സ് നിർത്തലാക്കൽ, അതുപോലുള്ള നടപടികൾ, അതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് ബാങ്ക് ദേശസാൽക്കരണം. ഇതിലേക്കൊക്കെ നയിച്ച ഒരു ചിന്താഗതി അക്കാലത്ത് തന്നെ ഉണ്ടായിരുന്നു, ഈ സോഷ്യലിസ്റ്റ് ചിന്താഗതി. നെഹ്റുവിയൻ സോഷ്യലിസത്തിൻ്റെ ആ ചിന്താഗതിയെ കോൺഗ്രസിൽ തന്നെ പലർക്കും അതൃപ്തി ഉണ്ടായിരുന്നു. പ്രതിപക്ഷത്തുള്ളവർക്ക് പ്രത്യേകിച്ചും അതൃപ്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തരത്തിലുള്ളൊരു രാഷ്ട്രീയ വിഭജനം അടിയന്തരാവസ്ഥയ്ക്ക് മുൻപായിട്ട് തന്നെ വളരെ വ്യക്തമായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അടിയന്തരാവസ്ഥ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പാർലമെൻറ്റിൻ്റെ അന്ന് ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിട്ടുള്ള മൃഗീയ ഭൂരിപക്ഷമുണ്ട്. അപ്പോൾ ആ ഭൂരിപക്ഷത്തെ ഉപയോഗിച്ചിട്ട് നടത്തിയ പല ശ്രമങ്ങളും നിയമനിർമ്മാണ സഭയിലൂടെ, പാർലമെൻറ്റിലൂടെ കോടതിയുടെ പോലും അധികാരങ്ങൾ വെട്ടിച്ചുരുക്കുന്ന നിയമങ്ങൾ കൊണ്ടുവരാൻ അവർ ശ്രമിച്ചു. അപ്പോൾ ആ കാലത്താണ് 1973 കേശവാനന്ദ ഭാരതിയുടെ വിധി വരുന്നത്. ഓക്കെ, അത് അടിയന്തരാവസ്ഥക്ക് മുമ്പാണ്. ആ വിധിയിൽ പാർലമെൻറ്റിനുള്ള അവകാശങ്ങൾക്ക് പരിധി നിശ്ചയിക്കപ്പെട്ടു. ബേസിക് സ്ട്രക്ചർ, ജർമ്മനിയിലെ എറ്റേണിറ്റി ക്ലോസ് പോലെ, ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ എറ്റേണിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ അതിന് സമാനമായിട്ട് നിങ്ങൾക്കിവിടെ ഇന്ത്യയിലും ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ ഇല്ലാതാക്കുന്ന വിധത്തിൽ, നശിപ്പിക്കുന്ന വിധത്തിൽ ഒരു നിയമനിർമ്മാണം കൊണ്ടുവരാൻ പാർലമെൻറ്റിന് പോലും അധികാരമില്ല എന്ന് കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞു. അത് ശ്രീമതി ഗാന്ധിയുടെ ചില നിയമനിർമ്മാണ സംരംഭങ്ങൾക്ക് ഘടകവിരുദ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കതിൽ അസംതൃപ്തി ഉണ്ടായിരുന്നു, എതിർപ്പുണ്ടായിരുന്നു. കേശവാനന്ദ ഭാരതി വിധി കേസ് പിന്നീട് റിവ്യൂ ചെയ്യാനുള്ള ശ്രമം പോലും സുപ്രീം കോടതി നടത്തിയത് മറ്റൊരു അനുബന്ധം. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള 3 സാഹചര്യം, 1 വ്യക്തിപരം, 2 നിയമ സംബന്ധമായിട്ട്, 3 തികച്ചും രാഷ്ട്രീയമായിട്ടുള്ള നയപരമായിട്ടുള്ള കാര്യങ്ങളിലെ അഭിപ്രായഭേദം, ഇതൊക്കെയാണ് അവസാനമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് കേസിലേക്കും പിന്നീട് ഈ സ്വാഭാവിക സ്റ്റേയിലേക്കും പിന്നീട് ശ്രീമതി ഗാന്ധി തൻ്റെ അരക്ഷിതത്വത്തിനുള്ള ഒരു രാഷ്ട്രീയ പോംവഴി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ളൊരു പോംവഴി എന്നുള്ള നിലയിൽ, ഭരണഘടനാപരമായിട്ട് തന്നെയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അതിൻ്റെ ഫലങ്ങൾ ഭരണഘടനാ വിരുദ്ധമായിരുന്നു എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷെ ഭരണഘടനയിൽ 352 എന്നുള്ള പ്രൊവിഷനുണ്ട്. 352 അനുച്ഛേദം ഭരണഘടനയുടെ അനുച്ഛേദം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയ അടിയന്തരാവസ്ഥയെ ശ്രീമതി ഗാന്ധി കൊണ്ടുവന്നത്. അതിനുള്ള 3 പൊതുവായ കാരണങ്ങളാണ്, അല്ലെങ്കിൽ പശ്ചാത്തലങ്ങളാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. ഈ ഭരണഘടനാപരമായാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് എന്ന് പറയുന്നു. ഭരണഘടനയിൽ എങ്ങനെയാണ് ഈ അടിയന്തരാവസ്ഥയെ നിർവചിച്ചിരിക്കുന്നത്? അത് ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അന്നത്തെ ഭരണഘടനയിൽ മിസസ് ഗാന്ധി ഈ പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസിക്ക് അടിസ്ഥാനമായിട്ട് 352 പറയുന്നത് ഇപ്പോൾ ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കുള്ള ഭീഷണി, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇന്ത്യയുടെ പരമാധികാരത്തിനുള്ള ഭീഷണി, അതുപോലെ പട്ടാള അട്ടിമറി, ആംഡ് റെബലിയൻ, ഇങ്ങനെ വല്ലതും വരുന്നുണ്ടെങ്കിൽ, അതുപോലെ പുറം രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണി, ഇപ്പോൾ വിദേശ രാജ്യങ്ങൾ നമ്മളെ ആക്രമിക്കുമ്പോൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക്, കൂടാതെ ഇൻറ്റേർണൽ സെക്യൂരിറ്റിക്ക് ഇല്ലെങ്കിൽ ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ്, അതാണ് വാക്ക്, ഭരണഘടനയിൽ ഉണ്ടായിരുന്ന വാക്ക്, അത് പിന്നീട് എടുത്തു കളഞ്ഞു. 1978 ഭേദഗതിയിലൂടെ ജനതാ ഗവൺമെൻറ് വന്നപ്പോൾ 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ ഗ്രൗണ്ട്, അടിയന്തരാവസ്ഥയ്ക്കുള്ള ഈ ഗ്രൗണ്ട് എടുത്തു കളയുകയുണ്ടായി. എന്നുള്ള കാരണം എന്നുള്ള നിലയിൽ ഇനി ഈ പറയുന്ന ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസിനെ പറയാൻ പറ്റില്ല. പക്ഷേ അന്ന് മിസസ് ഗാന്ധി ഉപയോഗിച്ചത് ആന്തരികമായിട്ടുള്ള, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷിതത്വത്തിന് ഭീഷണിയുണ്ട് എന്നുള്ള കാരണമായിരുന്നു മിസസ് ഗാന്ധി അന്ന് പറഞ്ഞത്. പക്ഷെ അത് ഫലത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അന്നുണ്ടായിരുന്ന രാഷ്ട്രീയ അരക്ഷിതത്വത്തിന്, അല്ലെങ്കിൽ അധികാരത്തിൽ അവർക്ക് മുമ്പ് നേരെ ഉണ്ടായ വെല്ലുവിളികൾക്ക് ഉള്ള ഒരു ഉത്തരം എന്നുള്ള നിലയിലാണ്, അല്ലെങ്കിൽ ഒരു പോംവഴി എന്നുള്ള നിലയിലാണ് അവരതിനെ സ്വീകരിച്ചത്. അതിന് ജനങ്ങൾ മറ്റൊരു തരത്തിൽ മറുപടി കൊടുത്തു എന്നുള്ളത് വേറൊരു കാര്യം.
അപ്പോൾ എന്തായാലും ഇതാണ് അലഹബാദ് ഹൈക്കോടതി വിധിയും പിന്നീട് സുപ്രീം കോടതിയുടെ സ്റ്റേയുടെ അടിസ്ഥാനത്തിലുള്ള അവരുടെ തുടരൽ തൊട്ട് ഈ സ്റ്റേ ഉത്തരവ് വന്ന ഉടനെ തന്നെ അവർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് പ്രഖ്യാപിച്ചത് തന്നെ ഫലത്തിൽ അന്നത്തെ പ്രസിഡന്റിനെ കൊണ്ടത് ചെയ്യിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിലുള്ളൊരു ഒരു ക്യാബിനറ്റ് ഡിസിഷനോ അല്ലെങ്കിൽ ഒരു പാർലമെൻ്ററി തീരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് അവരുടെ തന്നെ തീരുമാനമായിരുന്നു. പക്ഷേ അത് രാഷ്ട്രപതിയിലൂടെ പുറത്തു വന്നെന്ന് മാത്രം. അങ്ങനെ സാങ്കേതികമായിട്ട് ഈ പറയുന്ന 352 അനുച്ഛേദം അനുസരിച്ചിട്ട് അടിയന്തരാവസ്ഥ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഗവൺമെൻറ്റുകളെ അധികാരപ്പെടുത്തുന്ന വ്യവസ്ഥകൾ ഏതാണ്ട് മിക്ക ജനാധിപത്യ രാജ്യങ്ങളിലുമുണ്ട്. ഇപ്പോൾ യൂറോപ്പിൽ മിക്ക രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള വ്യവസ്ഥ കാണാം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജർമ്മനിയിൽ കാണാം, നോർവേ, ഫ്രാൻസ്, അതുപോലെ ഫിൻലൻഡ്, UK ഇവരൊക്കെ ഇത്തരത്തിലുള്ള വ്യവസ്ഥകളുണ്ട്. നമ്മുടെ സാർക്ക് രാജ്യങ്ങളിലുണ്ട്. ഇപ്പോൾ UK പിന്തുടർന്നിട്ടുള്ളതാണ് നമ്മുടെ പല നിയമങ്ങളും വന്നത്. സാർക്ക് രാജ്യങ്ങളിലും ശ്രീലങ്കയിലും പിന്നെ നേപ്പാളിലും ഭൂട്ടാനിലും അതുപോലെ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഒക്കെ തന്നെ സമാനമായിട്ടുള്ള വ്യവസ്ഥകളുണ്ട്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല. ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ ഇതിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ഒരു രാഷ്ട്രീയ സുരക്ഷിതത്വത്തിനുള്ള ഉപാധി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ അധികാരം നിലനിർത്തുന്നതിനുള്ള ഒരു ഉപാധി എന്നുള്ള നിലയിൽ ഈ വകുപ്പിനെ ദുരുപയോഗപ്പെടുത്തി എന്നുള്ളിടത്താണ് ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ സവിശേഷമാകുന്നത്. ഈ അടിയന്തരാവസ്ഥയുടെ ഒരു അടിയന്തര കാരണം എന്ന് പറയാവുന്നത് അലഹബാദ് ഹൈക്കോടതിയുടെ വിധിയാണ്. അതിൽ ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതി നടത്തിയ കണ്ടെത്തലുകൾ അതെന്തൊക്കെയാണ്? കോടതി നടത്തിയ കണ്ടെത്തലുകൾ പ്രധാനമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് നിയമവുമായി ബന്ധപ്പെട്ട് 51 നിയമത്തിലെ കറപ്റ്റ് പ്രാക്ടീസ്, അതായത് അധികാരത്തിൻ്റെ ദുർവിനിയോഗം, ഭരണകൂടത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ മെഷീനറികളുടെ ദുരുപയോഗം, പോലീസിനെ ദുരുപയോഗപ്പെടുത്തി, അതുപോലെ ചില സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ടാക്കാനും വേണ്ടി ഭരണത്തെ ഉപയോഗിച്ചു. ഇതാണ് പ്രധാനമായിട്ടും കോടതി കണ്ടിട്ടുള്ള കാര്യങ്ങൾ. അതിനുശേഷം സുപ്രീം കോടതി ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ ഒരു സ്റ്റേ ഉത്തരവ് വരുന്നുണ്ട്. പിന്നെ അതിന് ശേഷം എന്ന് പറയുമ്പോൾ അതൊരു സുപ്രീം കോടതി സ്റ്റേ ഉത്തരവ്, ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ അധികാരത്തിൻ്റെ ദുർവിനിയോഗം കൂടാതെ അന്നത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിട്ടുള്ള മിസസ് ഗാന്ധിയുടെ തൊട്ട് സഹചാരിയായിട്ട് വർത്തിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ ഇടപെടൽ, തെരഞ്ഞെടുപ്പിലുള്ള ഇടപെടൽ, അദ്ദേഹം ചില പ്രസംഗങ്ങൾ നടത്തി, ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ അത് വളരെ പുതുമയായിട്ട് തോന്നും. അപ്പോൾ ഇതിന് ശേഷമാണ് ഈ 2 കാര്യങ്ങളുടെ ന്യായാന്യായങ്ങൾ മാത്രമേ സുപ്രീം കോടതി, കാരണം മറ്റ് ആരോപണങ്ങളൊക്കെ തള്ളിക്കളഞ്ഞു, ഈ 2 ആരോപണങ്ങളുടെ ന്യായാന്യായങ്ങളാണ് സുപ്രീം കോടതിയുടെ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് വന്നത്. അതായത് സാങ്കേതികമായിട്ട് സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത് കൃത്യമായിരുന്നു, പക്ഷേ അതിൽ ഈ പറയുന്നത് പോലെ ചില വീഴ്ചകളുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒന്ന് അനലൈസ് ചെയ്യാം. സുപ്രീം കോടതിയുടെ സ്റ്റേ ഉത്തരവിൽ ഞാൻ വലിയൊരു തെറ്റ് ഇന്ന് നോക്കുമ്പോൾ കാണുന്നില്ല. പക്ഷേ അതിനുശേഷം ചില സംഭവങ്ങളുണ്ടായി. അതിനുശേഷം ഉണ്ടായത് പിന്നെ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിൽ എന്തഴിമതിയാണോ നടന്നത് എന്ന് അലഹബാദ് ഹൈക്കോടതി കണ്ടെത്തിയത്, അതിനെ അഴിമതി അല്ലാതാക്കുന്ന വിധത്തിൽ 1951 ജനപ്രാതിനിധ്യ നിയമത്തെ മുൻകാല പ്രാബല്യത്തോടു കൂടിയിട്ട് പാർലമെൻറ്റ് ഭേദഗതി ചെയ്തു. ഇത് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ തന്നെ ചെയ്തതാണ്. അത് കേട്ടുകേൾവിയില്ലാത്തൊരു നിയമ ഭേദഗതി. കാരണം ഒരു കാര്യം നടക്കുമ്പോൾ അഴിമതിയായിട്ടുള്ളൊരു കാര്യത്തെ മുൻകാല പ്രാബല്യത്തോടെ തെരഞ്ഞെടുപ്പ് അഴിമതി അല്ലാതാക്കുന്ന ഒരു നിയമം, അത് സുപ്രീം കോടതി ശരിവെച്ചു. ഇതേ കേസിൽ ആ അവസാനമായിട്ടുള്ള വിധിയിൽ പരിപൂർണമായിട്ടും സുപ്രീം കോടതി ഇതിനെ ശരിവെക്കുകയാണ് ചെയ്തത്, ഈ നിയമ ഭേദഗതിയെ ശരിവെക്കുകയാണ് ചെയ്തത്. ഒപ്പം ഇത്തരം കാര്യങ്ങളിൽ കോടതി ഇടപെടാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ഭരണഘടനാ ഭേദഗതി ഉണ്ടായിരുന്നു, പക്ഷെ അതിന് മുൻകാല പ്രാബല്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അലഹബാദ് ഹൈക്കോടതിയുടെ വിധിയിൽ അതിന് യാതൊരു പ്രഭാവവുമില്ല. അപ്പം ആ ഭരണഘടനാ ഭേദഗതി തെറ്റാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു. പക്ഷേ ഞാൻ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് നിയമത്തിലെ ഭേദഗതിയെ സുപ്രീം കോടതി അംഗീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അലഹബാദ് ഹൈക്കോടതി വിധിക്കെതിരായിട്ടുള്ള വാദങ്ങൾ ആണ് സാധൂകരിക്കപ്പെടുന്നത്. വിധി സുപ്രീം കോടതി പരിപൂർണമായും റദ്ദാക്കി. അതോടുകൂടിയിട്ട് ഇന്ദിരാഗാന്ധിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ഫൈൻഡിങ്സ് അല്ലെങ്കിൽ കോടതി കണ്ടെത്തിയിട്ടുള്ള നിഗമനങ്ങൾ പരിപൂർണമായിട്ടും ഇല്ലാതായി. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ
ഇന്ദിരാഗാന്ധിയെ പരിപൂർണമായിട്ടും സുപ്രീം കോടതി അന്തിമ വിധിയിൽ കുറ്റവിമുക്തയാക്കി എന്നർത്ഥം. അതേസമയം പാർലമെന്റിലെ ചില അധികാരങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു വിധി കൂടി ആയിരുന്നു അത്. അത് പിന്നീട് കൃഷ്ണയ്യർ ഈ ഒരു അടിയന്തരാവസ്ഥയെ തള്ളി പറയുന്നൊരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ജസ്റ്റിസ് കൃഷ്ണയ്യർ ഈ അടിയന്തരാവസ്ഥയെ, അതാണ് ഞാൻ പറഞ്ഞത്, അടിയന്തരാവസ്ഥയ്ക്ക് 2 തലങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ നിയമതലമാണ്. നിയമതലം പലപ്പോഴും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ പോലെ ഭരണഘടനാ വിധേയമായിട്ടൊരു കാര്യമാണ്. പക്ഷെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമുക്കറിയാവുന്നതുപോലെ ഭീകരമായി. ആയിരക്കണക്കിന് പ്രതിപക്ഷാംഗങ്ങൾ മാത്രമല്ല, അവരോട് ഇന്ദിരാഗാന്ധിയോട് വിയോജിപ്പുണ്ടായിരുന്ന പലരും ജയിലിലായി. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ തരം വിഗ്രഹാരാധന നിലവിൽ വന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വിധേയത്വങ്ങൾ നാട്ടുനടപ്പായിട്ട് മാറി. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ചില അധികാര സമവാക്യങ്ങൾ നിലവിൽ വന്നു. ഇപ്പോൾ ഇന്ദിര എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ്, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ദിരയാണെന്ന ഡി കെ ബറുവയുടെ വളരെ കുപ്രസിദ്ധമായിട്ടുള്ള മുദ്രാവാക്യമൊക്കെ വരുന്നത് ആ കാലത്താണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പലരും സഞ്ജയ് ഗാന്ധിയെ പോലുള്ള ആളുകളടക്കം അധികാര ദുർവിനിയോഗം നടത്തി. നമ്മുടെ നാട്ടിലടക്കം അത് കാണാനുണ്ടായിരുന്നു, അതറിയാനുണ്ടായിരുന്നു, അനുഭവിക്കാനുണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ട് വളരെ ഭീകരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് ഇതിനുണ്ടായത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ജസ്റ്റിസ് കൃഷ്ണയ്യരും അടിയന്തരാവസ്ഥയെ വിമർശിക്കാൻ നിർബന്ധിതനായത്. കാരണം ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു നിഷ്പക്ഷമതിക്കും അടിയന്തരാവസ്ഥയെ അനുകൂലിക്കാൻ അന്നും ഇന്നും കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കൃഷ്ണയ്യരുടെ രാഷ്ട്രീയ തലത്തിലുള്ള ആ വിമർശനം ശരിയാണ്. പക്ഷെ നിയമപരമായി ആ സ്വാഭാവിക സ്റ്റേയിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തിരി വട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ തെറ്റുണ്ടെന്ന് പറയാൻ കഴിയുകയുമില്ല. ഒരു പക്ഷേ വേണമെങ്കിൽ ആ സ്റ്റേയെ തുടർന്ന് ഇന്ദിരാഗാന്ധിക്ക് അടിയന്തരാവസ്ഥ വേണ്ടെന്ന് വെക്കാനും കഴിയുമായിരുന്നു. പക്ഷെ അത് ചരിത്രത്തിൻ്റെ ഒരു യാദർച്ഛികതയാണ്, അല്ലെങ്കിൽ അങ്ങനെ വന്നതാണ്. അതിന് നേരിട്ട് ഈ സ്റ്റേ ഉത്തരവ് കൊണ്ടാണ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ ഉണ്ടായത് എന്ന് പറയുന്നത് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അടിയന്തരാവസ്ഥ കാലം എന്ന് പറയുന്നത് നമുക്കറിയാം ഒട്ടേറെ അധികാര ദുർവിനിയോഗത്തിൻ്റെ ഒരു പ്രധാന കാലഘട്ടമായിരുന്നു അത്. ഭരണഘടന ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നേരിട്ട ഒരു ഘട്ടം കൂടിയായിരുന്നു അത്. എന്തൊക്കെയായിരുന്നു ഭരണഘടനയ്ക്കെതിരായി എന്ന് സംഭവിച്ചത്? അന്ന് ഭരണഘടന 2 കാര്യങ്ങളാണ്. അപ്പോൾ പല സംവിധാനങ്ങളും അധികാരത്തിൻ്റെ ചൊൽപ്പിടിക്ക് നിന്നു എന്നുള്ളതാണ്. അന്നാണ് പ്രധാനമായിട്ടും ഈ കമ്മിറ്റഡ് ജുഡീഷ്യറി, പലപ്പോഴും ജുഡീഷ്യറി പറഞ്ഞതുപോലെ അത് ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് കേസിൽ മാത്രമല്ല, മൗലികാവകാശങ്ങൾ നിഷേധിക്കാം നിങ്ങൾക്ക് അടിയന്തരാവസ്ഥയിൽ നിന്നുള്ള വിധി ജസ്റ്റിസ് ഖന്നെ ഒഴിച്ചുള്ള എല്ലാ ന്യായാധിപരും ആ വിധി എഴുതി. ADM ജബൽപൂരിലാണ് പറഞ്ഞത്, അടിയന്തരാവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൗലികാവകാശ ലംഘനം ചൂണ്ടിക്കാണിച്ച് കോടതിയെപ്പോലും സമീപിക്കാനുള്ള അവകാശം പൗരനില്ല എന്നുള്ള വിധി പറഞ്ഞു. അതുപോലെ ധാരാളം കേസുകളിൽ പലപ്പോഴും അധികാരത്തിന് വിധേയമായിട്ട് കോടതികൾ വിധി പറയുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള സ്വതന്ത്ര ജുഡീഷ്യറി എന്നുള്ള ഭരണഘടനയുടെ സങ്കല്പം തന്നെ അട്ടിമറിക്കപ്പെട്ടു. അതുപോലെ മറ്റു പല സംഭവങ്ങളും ഉണ്ടായി. അധികാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് എന്തും ചെയ്യാം. പോലീസിൻ്റെ അധികാരങ്ങൾ, അതിക്രമങ്ങൾ, നമ്മുടെ രാജൻ കേസ് പോലുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അത് കേരളത്തിൽ മാത്രമല്ല രാജ്യത്ത് പലയിടത്തും ഉണ്ടായി. ആരെ വേണമെങ്കിലും എപ്പോഴും അറസ്റ്റ് ചെയ്യാം, ജയിലിലടക്കാം. നിങ്ങൾ ഭരണകൂടത്തിനെതിരാണെങ്കിൽ നിങ്ങളിതൊക്കെ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളൊരു സന്ദേശം പ്രത്യക്ഷമായും പരോക്ഷമായും കൊടുത്തു. അപ്പോൾ അതാണ് നടന്നിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അത് തീർച്ചയായിട്ടും നടക്കുമ്പോഴും 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലുള്ള സ്ഥാപനങ്ങൾ ഏതാണ്ട് സ്വതന്ത്രമായിട്ട് തന്നെ നിലനിന്നു. അതുകൊണ്ടാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ അടിയന്തരാവസ്ഥക്കെതിരെ വിധി എഴുതാൻ ജനങ്ങൾക്ക് കഴിയുന്നത്. കോടതിക്ക് കഴിയാത്ത കാര്യം ജനങ്ങൾക്ക് കഴിഞ്ഞത് അതുകൊണ്ടാണ്. അപ്പം ആ സ്ഥാപനം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, നിഷ്പക്ഷമായ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പുകൾ അത് നിലനിന്നു. അതുപോലെ മറ്റു ചില സ്ഥാപനങ്ങളും നിലനിന്നു. ഇതിന് ഇന്നത്തെ കാലത്ത് വലിയ പ്രസക്തിയുണ്ട്. ഇന്ന് അത് നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ അടിയന്തരാവസ്ഥ അതിൻ്റെ കരാളമായിട്ടുള്ള പ്രഭാവങ്ങൾ സൃഷ്ടിച്ചുവെങ്കിലും ചില സ്ഥാപനങ്ങൾ അതുപോലെ നിലനിന്നതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയ അധികാരത്തിൻ്റെ വ്യക്തിതലത്തിലും
കൃത്യരാഷ്ട്രീയ തലത്തിലുള്ള അല്ലെങ്കിൽ ആ പാർട്ടി തലത്തിലുള്ള ഘടകങ്ങൾക്കപ്പുറം മറ്റൊരു അജണ്ട അടിയന്തരാവസ്ഥയ്ക്ക് പിന്നിൽ ഇല്ലായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യത്തിലേക്കാണ് നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പലരും പറയാറുണ്ട് അത് പ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ്, ഇത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ്. സത്യത്തിൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഒന്നില്ല. ഇന്ന് ലോകത്ത് ജനാധിപത്യ സംവിധാനങ്ങൾ മൊത്തത്തിൽ ഒരു ഭീഷണി നേരിടും. ഈ പോപ്പുലിസ്റ്റ് ഓട്ടോക്രസികൾ പല രാജ്യങ്ങളിലുണ്ട്. ഇപ്പോൾ ഇറ്റലിയിലുണ്ട്, ബ്രസീലിലുണ്ടായിരുന്നു, റഷ്യയിലുണ്ട്, പല രാജ്യങ്ങളിലും, ഫിലിപ്പീൻസിലുണ്ട്, യുഎസിൽ വിസിബിൾ ആയിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ വരുന്ന പോപ്പുലിസ്റ്റ് ഓട്ടോക്രസികളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഇല്ലിബറൽ ആയിട്ടുള്ള സ്വാതന്ത്ര്യ വിരുദ്ധമായിട്ടുള്ള ഭരണകൂടം, അവിടെ ഉണ്ടാകുന്ന പൗരാവകാശ ധ്വംസനം. ഇപ്പോൾ ഇസ്രായേലും പേരിന് പറഞ്ഞ ജനാധിപത്യമുണ്ട്, പക്ഷെ അവിടെ എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയാം. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ ഒരു ഗ്ലോബൽ സിനാരിയോയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നടക്കുന്ന വലതുപക്ഷ ജീർണത അല്ലെങ്കിൽ അമിതാധികാരത്തിൻ്റെ ജീർണത, ഇതൊരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിൽ നിന്നും ഗുണപരമായിട്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഗതിയാണ്. 2-3 പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, അടിയന്തരാവസ്ഥയ്ക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു അജണ്ട ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ഇന്നുള്ള അവസ്ഥയ്ക്ക് 100 കൊല്ലം മുമ്പ് തന്നെ രൂപകൽപ്പന ചെയ്യപ്പെട്ട ഒരു ഭരണഘടനാ വിരുദ്ധമായ അജണ്ട അതിൻ്റെ പുറകിലുണ്ട്. അതിലുപരിയായിട്ട് ഒരു കേഡർ പാർട്ടിയുടെ, അതും വർഗീയതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കേഡറിസത്തിൻ്റെ പിൻബലം അടിയന്തരാവസ്ഥയ്ക്ക് ഇല്ലായിരുന്നു. ഇന്നതുണ്ട്. അതുകൊണ്ടാണ് ഇത് അടിയന്തരാവസ്ഥയെക്കാളും ശക്തമാകുന്നത്, അല്ലെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആകുന്നത്. പിന്നെ പെട്ടെന്ന് ഒരു തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് അട്ടിമറിക്കാൻ കഴിയണമെന്നില്ല എന്ന് ചരിത്രം ഇതിനകം തന്നെ തെളിയിച്ചത് ഈ അജണ്ടയുടെ പ്രഭാവം കൊണ്ടാണ്. അത് ഭൂരിപക്ഷ വർഗീയതയിൽ അധിഷ്ഠിതമാണ്. അടിയന്തരാവസ്ഥ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അതുപോലെ തന്നെ ജനങ്ങളെ വിഭജിക്കുന്ന, മതത്തിൻ്റെ പേരിലും ഭാഷയുടെ പേരിലും ഒക്കെ വിഭജിക്കുന്ന ഒരു അജണ്ട, അങ്ങനെ ഒരു വിഭജന അജണ്ട അടിയന്തരാവസ്ഥയിൽ പോലും ഇല്ലായിരുന്നു. അതിലുപരിയായിട്ട് ഇത് പ്രകടമായി കാണിക്കുന്ന ഒരു വിജ്ഞാന വിരോധത്തിൻ്റെതായിട്ടുള്ള ഒരു അന്തരീക്ഷം. നമുക്കറിയാം, ഇംഗ്ലീഷ് ഭാഷയെ അത് അവിശ്വസനീയമാണ്. ഒരു 10 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ ഒരു ഭരണാധികാരി അങ്ങനെ പറയുമായിരുന്നു. ഇന്ന് വളരെ സ്വാഭാവികമായിട്ട് തീർന്നിരിക്കുന്നു. ഇപ്പോൾ കോവിഡിൻ്റെ സമയത്തുണ്ടായിട്ടുള്ള പിഞ്ഞാണം കൂട്ടിക്കൊണ്ടുള്ള പ്രതിരോധത്തിന് വേണ്ടി പ്രധാനമന്ത്രിയാണ് ആഹ്വാനം ചെയ്തത്. ഇത്തരത്തിലുള്ള ഒരു ശാസ്ത്രവിരോധം, ഒരു വിജ്ഞാന വിരോധം അടിയന്തരാവസ്ഥയുടെ ഭാഗമായിട്ട് വന്നിരുന്നില്ല. അപ്പം ഇത് ഈ പോപ്പുലിസ്റ്റ് അൺകോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഡീകോൺസ്റ്റിറ്റ്യൂഷണലൈസേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന സംഭവമാണ്. അത് അടിയന്തരാവസ്ഥയിൽ നിന്നും ഗുണപരമായിട്ട് തന്നെ വ്യത്യാസപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനെതിരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിയന്തരാവസ്ഥയെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ ഓർമ്മിക്കുമ്പോഴും ചർച്ച ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഈ ഇന്ന് നടക്കുന്ന ജനാധിപത്യ ധ്വംസനം. കാരണം രണ്ടിലും പൊതുവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പൊതുവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ നിഷേധം, അല്ലെങ്കിൽ ജനാധിപത്യ നിഷേധം, അല്ലെങ്കിൽ അമിതാധികാര പ്രവണത, വിയോജിപ്പുകളോടുള്ള അസഹിഷ്ണുത, അധികാരത്തിനോടുള്ള എതിർപ്പിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത്, ഇതൊക്കെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് മാത്രം പക്ഷേ ഇത് രണ്ടും അടിയന്തരാവസ്ഥയായിട്ട് മാറുന്നില്ല. അപ്പോൾ അതിനെ കൂടുതൽ മനസ്സിലാക്കാൻ നമ്മുടെ വ്യക്തി എന്നുള്ള നിലയിൽ, പൗരന്മാരെന്നുള്ള നിലയിലുള്ള അന്തസ്സിനെ, അധികാരത്തിനെ, അവകാശങ്ങളെ എങ്ങനെ ഭരണകൂടം എങ്ങനെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കാം എന്നുള്ള നിലയിലുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ആണ് ശരിക്കും അടിയന്തരാവസ്ഥ തരുന്നത്. ആ ഉത്തരം ഇന്നത്തെ ഈ പറയുന്ന അമിതാധികാരത്തിൻ്റെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഭൂരിപക്ഷ പ്രമത്തതയിൽ അധിഷ്ഠിതമായിട്ടുള്ള വർഗീയതയുടേതായിട്ടുള്ള കാലത്തും അതിന് പ്രസക്തിയുണ്ട്. അതുകൊണ്ടാണ് അടിയന്തരാവസ്ഥയുടെ 50 വർഷങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അർത്ഥനിർഭരമായിട്ടുള്ള
ഓർമ്മയായിട്ട് മാറുന്നത്, ഇല്ലെങ്കിൽ നമ്മുടെ ജാഗ്രതയ്ക്ക് ഇന്ധനം നൽകുന്ന ഓർമ്മയായിട്ട് മാറുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്താണ് ഇങ്ങനെ സംഭവിച്ചത്. അന്ന് ജനാധിപത്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടനയെ ഇതുപോലെ വേറെ രീതിയിൽ മാറ്റി തീർക്കുകയും അല്ല, ഭരണഘടനയെ ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യത്തെയും ഭരണഘടനയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അന്ന് അടിയന്തരാവസ്ഥ നടപ്പാക്കി. ഇന്ന് അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ ഒരു സാഹചര്യം അതും ജനാധിപത്യത്തെ ഉപയോഗിച്ചുകൊണ്ട് നടപ്പാക്കുന്നു എന്നതല്ലേ? അങ്ങനെ കൂടി ചർച്ച ചെയ്യേണ്ടതല്ലേ? ഇത് രണ്ട് തരത്തിലാണ്. ഇവിടെ രണ്ടിടത്തും ഭരണഘടനയെ ഉപയോഗിക്കുന്നു. ആദ്യത്തെ ഭരണഘടനയെ ഉപയോഗിക്കുന്നത് വളരെ ഡയറക്റ്റായിട്ട്, നേരിട്ടാണ്. ഭരണഘടനയിൽ ഒരു അനുച്ഛേദം ഉപയോഗിച്ചിട്ട് അത് തന്ന അധികാരം ഉപയോഗിച്ചിട്ട് അടിയന്തരാവസ്ഥ വരുന്നു, പ്രഖ്യാപിക്കപ്പെടുന്നു. മറ്റേത് ഭരണഘടനയുടെ സ്ഥാപനങ്ങളെയും അനുച്ഛേദങ്ങളെയും പ്രക്രിയകളെയും ഉപയോഗിച്ച് അധികാരത്തിൽ വരും. അതിന് ഭരണഘടന വേണം. അധികാരത്തിൽ വന്നതിന് ശേഷവും ഭരണഘടനാ നാട്യങ്ങൾക്ക് കുറവില്ല. പക്ഷേ ഭരണഘടനയുടെ സ്പിരിറ്റിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു. അതാണ് ഇപ്പോൾ പറയുന്ന ഈ ഭാരതാംബ വിവാദവും ഒക്കെ ആ രീതിയിൽ കാണും. അവിടെ ഭരണഘടനയിൽ ഇല്ലാത്ത ഒരു പ്രതിബിംബത്തെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ ഒരു ഭരണഘടനാ അധികാരി, ഗവർണർ അവിടെ വെക്കുക മാത്രമല്ല, അതിനെ മറ്റുള്ളവരെ കൊണ്ട് അനുസരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും കൂടി ചെയ്യും. അപ്പോൾ ഭരണഘടന ഉപയോഗിച്ചിട്ട് അധികാരത്തിലെത്തുന്നു. അധികാരത്തിലെത്തിയ ശേഷം ആ ഭരണഘടനയെ തന്നെ പതുക്കെ പതുക്കെ അനൗപചാരികമായിട്ട് എന്നാൽ യഥാർത്ഥമായി ഇല്ലാതാക്കുന്നു. ഇതിനെ ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയ ഡീകോൺസ്റ്റിറ്റ്യൂഷണലൈസേഷൻ എന്ന വാക്കിലൂടെയാണ്, പ്രയോഗത്തിലൂടെയാണ്. അപ്പോൾ ഇന്ത്യയിൽ കഴിഞ്ഞൊരു 11 വർഷമായിട്ട് നടക്കുന്നത് ആ രീതിയിലുള്ളൊരു ഡീകോൺസ്റ്റിറ്റ്യൂഷണലൈസേഷനാണ്. ഭരണഘടനയുടെ ഒരു നിഷേധമാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ അട്ടിമറിക്കപ്പെട്ടത്. അത് അടിയന്തരാവസ്ഥയിൽ ഇത്രയും ഇല്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സ്വാതന്ത്ര്യത്തെ അടിയന്തരാവസ്ഥ കാര്യമായിട്ട് ബാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം മിസസ് ഗാന്ധിക്ക് പുറത്തു പോകേണ്ടി വന്നത്. ഇന്നതല്ല സ്ഥിതി. ഇന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കാൻ വേണ്ടിയിട്ടുള്ള സമിതി, ആ സമിതിയിൽ അനൂപ് ബാരൻമാലിൻ്റെ കേസിൽ സുപ്രീം കോടതി പറഞ്ഞു, ഹാജരായ കേസ് കൂടിയാണ്. അന്ന് സുപ്രീം കോടതി പറഞ്ഞു ഈ സമിതിയിൽ ചീഫ് ജസ്റ്റിസ് വേണം. ജസ്റ്റിസ് KM ജോസഫ് അധ്യക്ഷനായിട്ടുള്ള ഭരണഘടനാ ബെഞ്ചാണ് അത് പറഞ്ഞത്. ഭരണഘടനാ അനുച്ഛേദത്തെ വ്യവച്ഛേദിച്ച് അനലൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ സ്വതന്ത്ര കമ്മീഷൻ ഉണ്ടാകണമെങ്കിൽ അവരെ തിരഞ്ഞെടുക്കുന്ന സമിതിയും സ്വതന്ത്രമായിരിക്കണം. അപ്പോൾ പ്രധാനമന്ത്രിയും ഒരു ക്യാബിനറ്റ് മന്ത്രിയും പേരിന് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന സമിതിക്ക് അങ്ങനെ സ്വതന്ത്രമാകാൻ കഴിയില്ല. അതുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു ഇത് ചീഫ് ജസ്റ്റിസ് ഉണ്ടാകണം. ആ വിധി വന്ന ഉടനെ 2023 മാസങ്ങൾക്കകം നിയമം പാർലമെൻറ്റ് പൊളിച്ചെഴുതി ഭേദഗതി വരുത്തി അതിൽ വീണ്ടും പഴയതുപോലെ ക്യാബിനറ്റിൽ നിന്നെല്ലാം. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഒരു ക്യാബിനറ്റ് മന്ത്രി, പ്രതിപക്ഷ നേതാവ്, പിന്നെ പ്രതിപക്ഷ നേതാവിന് അതിൽ വോയിസ് ഇല്ല. അവർ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശ്ചയിക്കുന്നത്. അത് സ്റ്റേ ചെയ്യാൻ വേണ്ടി സുപ്രീം കോടതി തയ്യാറായില്ല. അതിൻ്റെ ഫലം എന്താണെന്നുള്ളതാണ് നമ്മൾ 2024 പൊതു തെരഞ്ഞെടുപ്പിലും പിന്നീടുണ്ടായിട്ടുള്ള മഹാരാഷ്ട്ര, ഹരിയാന പോലുള്ള തെരഞ്ഞെടുപ്പിലും കണ്ടത്. അപ്പോൾ സ്ഥാപനങ്ങൾ വളരെ വ്യാപകമായിട്ട് ആക്രമിക്കപ്പെട്ടു എന്നുള്ളതാണ് പുതിയ കാലത്തെ സവിശേഷത. അത് അടിയന്തരാവസ്ഥക്കാലത്ത് കോടതി പോലുള്ള സ്ഥാപനങ്ങളിൽ ആ ജീർണത ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഇപ്പോഴത്തെ കാലത്ത് നാം നോക്കുമ്പോൾ അത് പലയിടത്തേക്കും വ്യാപിച്ചു എന്നുള്ളത്, മറ്റ് സ്ഥാപനങ്ങളിലേക്ക് കൂടി വ്യാപിച്ചു. ഇതിനധികം സർവകലാശാലകളിലും വിദ്യാഭ്യാസ രംഗത്തും എല്ലാം തന്നെ ഈ പറയുന്ന വർഗീയ അജണ്ട ആയിട്ട് വന്ന ആളുകൾ കയറി നിരങ്ങുന്ന അവസ്ഥ വന്നു. അതുകൊണ്ടാണ് പുതിയ കാലം ഒരു പക്ഷേ കൂടുതൽ ജാഗ്രത ആവശ്യപ്പെടുന്ന കാലമായി മാറുന്നത്. അതിലേക്ക് ചില വിലപ്പെട്ട പാഠങ്ങൾ, തീർച്ചയായിട്ടും അധികാരവുമായി ബന്ധപ്പെട്ട പാഠങ്ങൾ, അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പാഠങ്ങൾ നാം അടിയന്തരാവസ്ഥയിൽ നിന്നുകൂടി പഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ താങ്ക് യു.